Hello, good morning. Welcome to Learnio. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 4 ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നൊരു ചാപ്റ്ററിൽ നിന്നുള്ള കമ്പൈൻഡ് MCQന്റെ പാർട്ട് 1 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്? താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതൽ നമ്പർ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ. കണ്ടക്ടേഴ്സിനാണ് കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. ഓക്കെ, എന്നാൽ സെമി കണ്ടക്ടർ ഔട്ട് ഓഫ് ദീസ് ടു, ഓക്കെ, സെമി കണ്ടക്ടറിൽ നമുക്ക് ഏതിനാണുള്ളത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനാണ് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്. എന്നാൽ എല്ലാ മെറ്റീരിയലും സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതിലാണ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുള്ളത്? കണ്ടക്ടേഴ്സിലാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ലൈക്ക് മെറ്റൽസ്. അവർക്ക് എങ്ങനെയാണ്? ലൂസ് ബൗണ്ട് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകൾ എങ്ങനെയായിരിക്കും? വളരെ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ഇലക്ട്രോൺസുകളായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രോൺസുകൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആയ രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസുകൾ ഏതിലുള്ളത്? ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കണ്ടക്ടേഴ്സിലാണ്. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്ത് നോക്കൂ. നമുക്ക് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനാണ് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസുകൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഡോപ്പിംഗ് എഫക്റ്റ് കാരണമാണ് അല്ലെ. നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ കൂടുതൽ ഡോപ്പിംഗ് എലമെന്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ കമ്പയറിംഗ് ടു ദി കണ്ടക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെയാണ്? കുറവാണ്. ഓക്കെ, എന്നാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എങ്ങനെയായിരിക്കും? വളരെ സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ആ ഒരു തെർമൽ എക്സൈറ്റേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ബേസ് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രീ ഇലക്ട്രോൺസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന ഇലക്ട്രോൺസുകൾ എന്ന് പറയുന്നത് വാലൻസ് ബോണ്ടിൽ നിന്നും ആ ഒരു ബാൻഡ് ഗ്യാപ്പിനെ ഓവർകം ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്ന ആ ഒരു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസുകൾ മാത്രമേ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ആണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇൻസുലേറ്ററിൽ എങ്ങനെയാണ്? നമുക്കൊരു ടൈറ്റസ്റ്റ് ബൈൻഡിങ് ഓഫ് ഇലക്ട്രോൺസുകളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ആറ്റത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകൾ എന്ന് പറയുന്നത് വളരെ ടൈറ്റ്ലി ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വളരെ 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 ലെസ് എമൗണ്ട് ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ ഇൻസുലേറ്റേഴ്സിനെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെമി കണ്ടക്ടേഴ്സ് ഹാവ് ഡാഷ് കണ്ടക്ഷൻ ബാൻഡ് and dash valence band. Okay, സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ ഓൾമോസ്റ്റ് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിൽ ഉണ്ടാകുന്നത്. എന്നാൽ വാലൻസ് ബാൻഡ് എങ്ങനെയായിരിക്കും? ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ സെമി കണ്ടക്ടേഴ്സ് ഹാവ് an almost empty conduction band and an almost filled valence band ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കൂ, എന്തൊക്കെയാണ് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സിനും ബിറ്റ്വീൻ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ കോമ്പൗണ്ടുകൾ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ഗാലിയം വരുന്നുണ്ട്, ആർസനൈഡ് വരുന്നുണ്ട്, സം ആർ അതർ പ്യുർ എലമെന്റ്സ്, അതായത് ജെർമേനിയം, സിലിക്കൺ, ഇതൊക്കെ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പൗണ്ടുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന് ഒരു ഓൾമോസ്റ്റ് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡും ആയിരിക്കും, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഫിൽഡ് വാലൻസ് ബാൻഡും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ ഒരു സെമി കണ്ടക്ടറിന്റെ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഹോൾസിന്റെ മൊബിലിറ്റിയേക്കാൾ കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. എങ്ങനെയായിരിക്കും? ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഹയർ ദാൻ ദ മൊബിലിറ്റി ഓഫ് ഹോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് വരുന്നത്? 10⁻⁵ to 10⁶ ഓം മീറ്റർ ആണ് നമുക്ക് റെസിസ്റ്റിവിറ്റി വരുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റെസിപ്രോക്കൽ ആയിരിക്കും അല്ലെ. അപ്പൊ 10⁵ to 10⁻⁵ മോ ആണ് വരുന്നത്. ഓക്കെ, മോ MHO ആണ് കേട്ടോ. ഓക്കെ, സോറി, MHO. The temperature coefficient of resistance for semiconductors എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആണ് അല്ലെ. സെമി കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മെയിൻലി ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺസും ഹോളുകളുടെയും
ആ ഒരു ഫ്ലോ കാരണം നമുക്ക് ഇതിലൊരു കറന്റ് ഫ്ലോ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സം പ്രോപ്പർട്ടീസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. At room temperature, intrinsic carrier concentration is higher germanium in silicon because higher in germanium. അല്ലേ, എന്തുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിൽ ജെർമേനിയത്തിന്റെ കാരിയർ കോൺസെൻട്രേഷൻ സിലിക്കണിനേക്കാൾ കൂടുതൽ ആകാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ എനർജി ഗ്യാപ്പ് ഇൻ ജെർമേനിയം ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് സിലിക്കൺ. അല്ലെ, സിലിക്കണിനെ കമ്പയർ ചെയ്യുമ്പോൾ ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ജെർമേനിയത്തിൽ ഹയർ ആകുന്നതിന് റീസൺ. അപ്പൊ നോക്കൂ, എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ബാൻഡ് ഗ്യാപ്പ് എന്നാണ്. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി ഗ്യാപ്പ്, അതല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജെർമേനിയത്തിൽ ഉണ്ടാകുന്ന എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് സിലിക്കണിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് എങ്ങനെ നമുക്ക് ഏകദേശം വരുന്നത് 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എന്നാൽ സിലിക്കണിന്റെ എത്ര വരുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അല്ലെ, അപ്പോൾ സ്മോളർ എനർജി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഹയർ പ്രോബബിലിറ്റി ആണ് വരുന്നത്. അല്ലെ, ആ ഒരു തെർമൽ എക്സൈറ്റേഷന് വരുന്ന പ്രോബബിലിറ്റി കൂടുതലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാരിയർ കോൺസെൻട്രേഷൻ അറ്റ് റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നത് ജെർമേനിയത്തിനായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് examples of pentavalent impurities. pentavalent impuritiesന് വരുന്ന എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ഗാലിയം, ഇൻഡിയം. അല്ലെ, ഫോസ്ഫറസ് എന്ന് പറയുന്നത് പെന്റാവാലന്റ് ആണ്, ആർസനിക് പെന്റാവാലന്റ് ആണ്, ആന്റിമണി പെന്റാവാലന്റ് ആണ്. എന്നാൽ ഗാലിയം അതുപോലെ തന്നെ ഇൻഡിയം എന്ന് പറയുന്നത് പെന്റാവാലന്റ് അല്ല. ദീസ് ആർ ദി ട്രൈവാലന്റ് ആണ്. അല്ലെ, ട്രൈവാലന്റ് ആണ് നമുക്ക് ഈ പറയുന്ന ഗാലിയോ ഇൻഡിയോ ഒക്കെ വരുന്നത്. So here option B ആണ് right answer. 1, 2 and 3 are the pentavalent impurities. Okay. അപ്പോൾ നോക്കൂ, N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറിലും വരുന്ന ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. അല്ലെ, അപ്പോൾ ഇവിടെ നോക്കൂ, എക്സാമ്പിൾസ് ഓഫ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫോസ്ഫറസ് വരുന്നുണ്ട്, ആർസനിക് വരുന്നുണ്ട്, ആന്റിമണി വരുന്നുണ്ട്, ബിസ്മത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? അലുമിനിയം, ഇൻഡിയം, ഗാലിയം, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്യുന്ന ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടേംഡ് ഡോണർ ആറ്റംസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതാണ് എക്സ്ട്രാ ഹോളുകൾ പ്രൊവൈഡ് ചെയ്യാനാണ്. അതായത് ആക്സെപ്റ്റർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പി ടൈപ്പിൽ ഈ പറയുന്ന ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പെന്റാവാലന്റും ട്രൈവാലന്റും വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് PN ജംഗ്ഷൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, താഴെ നമുക്ക് PN ജംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു 4 സെന്റൻസുകൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ദ ബാരിയർ പൊട്ടൻഷ്യൽ റിമൈൻസ് കോൺസ്റ്റന്റ് അണ്ടർ ബയാസ്. അല്ലെ, നമുക്ക് പറയാൻ പറ്റും അണ്ടർ ബയാസ് കണ്ടീഷനിൽ ഈ പറയുന്ന ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വേരിയിങ് ആണ്. either it is increasing or decreasing ആണ്. So that's option wrong ആണ്. The width of the depletion region depends on the doping level in the P type and N type region. That's the right statement. അല്ലെ, കാരണം ആ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ N ടൈപ്പിലും P ടൈപ്പിലും ഡോപ്പ് ചെയ്യുന്ന ലെവലിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെ, ആ ഒരു റീജിയന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡോപ്പിംഗ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത നോക്കൂ. അണ്ടർ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ ദ PN ജംഗ്ഷൻ ബിഹേവ്സ് ലൈക്ക് എ പ്യുവർ റെസിസ്റ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബയാസ് വോൾട്ടേജ്. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് അണ്ടർ ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സീറോ റെസിസ്റ്റർ, അതായത് റെസിസ്റ്റർ ഇല്ലാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ റോങ് ആണ്. അടുത്തത് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസസ് അണ്ടർ റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസിലാണ് ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ആകുന്നത്. അത് നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി മാത്രമാണ് നമുക്ക് റൈറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും, അതായത് എതിർക്കുന്ന രീതിയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ഡിപ്ലീഷൻ ലെയർ എങ്ങനെയാകും?
തിൻ ആയിട്ട് മാറുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ റിവേഴ്സ് ബയാസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതാണ് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസിനെ ആ ഒരു ജംഗ്ഷനിൽ നിന്നും പുൾസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഇലക്ട്രോൺസുകളായിരിക്കും ആ ഒരു ടെർമിനലിന് ടുവേർഡ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അതിന്റെ ഫലമായിട്ട് ആ ഒരു ഡിപ്ലീഷൻ റീജിയണും അതുപോലെ തന്നെ ബാരിയർ പൊട്ടൻഷ്യലും നമുക്ക് എങ്ങനെയാകും, ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വലിക്കുന്നത്. സോ ആ വിഡ്ത് ഓഫ് പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യലും നമുക്ക് എങ്ങനെയാണ്, ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ നമുക്ക് ഓപ്ഷൻസിൽ എങ്ങനെയാണ്, നമുക്ക് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അണ്ടർ ഫോർവേഡ് ബയാസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് അതിലൂടെ കറന്റ് ഈസി ആയിട്ട് ഫ്ലോ ആവുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ ആയിട്ട്, അതായത് സീറോ റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ഫോർവേഡ് ബയാസിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഓപ്ഷനിൽ എന്തായിരുന്നു, പ്യുവർ റെസിസ്റ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ട് ഞാൻ പറഞ്ഞത്. അടുത്ത നോക്കുക, വിത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡോപ്പിംഗ് ലെവൽ. അതായത് ഡിപ്പെൻഡ് ആണോ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതായത് ഹയർ ലെവൽ ഡോപ്പിംഗ് ആണെങ്കിൽ ഒരു ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് ഒരു നാരോവർ ഡിപ്ലീഷൻ റീജിയൻ ആയിട്ട് കിട്ടുന്നത്. ഡോപ്പിംഗ് ലെവൽ കൂടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ റീജിയന്റെ വിത്ത് കുറയുകയാണ്. എന്നാൽ ഡോപ്പിംഗ് ലെവൽ ലോ ആണെങ്കിൽ വൈഡർ ഡിപ്ലീഷൻ റീജിയൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ കറക്റ്റ് ആയിട്ട് വരുന്ന റീസൺസ് എന്ന് പറയുന്നത്. Which two important actions are concluded at the time of the construction of a PN junction? ഒരു PN ജംഗ്ഷന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലേഷൻ ആൻഡ് ഡ്രിഫ്റ്റ്, ഡോപ്പിംഗ് ആൻഡ് ഡ്രിഫ്റ്റ്, ഡിഫ്യൂഷൻ ആൻഡ് ഡ്രിഫ്റ്റ്, ഡിപ്ലേഷൻ ആൻഡ് ഡോപ്പിംഗ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വാട്ട് ആർ ദ ടു ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ്? ഡിഫ്യൂഷൻ ആൻഡ് ഡ്രിഫ്റ്റ്. എന്താണ് ഡിഫ്യൂഷൻ, എന്താണ് ഡ്രിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. At the time of construction of a PN junction, two primary actions like diffusion and drift. Diffusion എന്ന് പറഞ്ഞാൽ എന്താണ്? The movement of charge carriers, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന ആ ഒരു ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ്. അതും ഡ്രിഫ്റ്റ് ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ആണ്. എന്ത് കാരണം? ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ആ ഒരു ജംഗ്ഷനിൽ അക്രോസ് ആയിട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്ന ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോസസ്സുകൾ നമുക്ക് എന്ത് റിസൾട്ടാണ് തരുന്നത്? ഒരു ഡിപ്ലീഷൻ റീജിയന്റെ ഫോർമേഷൻ ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് നോ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന ഡിപ്ലീഷൻ റീജിയൻ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ആ ഒരു ചാർജ് കാരിയേഴ്സിന്റെ ഫർദർ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ ഒരു ജംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും ആണ്. ഓക്കെ, ദ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ അക്രോസ് എ PN ജംഗ്ഷൻ ഡാഷ്. ഓക്കെ, ഒരു PN ജംഗ്ഷന് അക്രോസ് ആയിട്ടുള്ള ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കൂ. ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, ഇൻക്രീസസ് വിത്ത് ഡിക്രീസിംഗ് ബാൻഡ് ഗ്യാപ്പ്, does not depend on the doping concentration, increases with increasing doping concentration. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ, ഒരു PN ജംഗ്ഷൻ അക്രോസ് ആയിട്ട് വരുന്ന ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്താ എക്സ്പ്ലനേഷനിൽ പറയണമെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻക്രീസ് ഇൻ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്താകുന്നുണ്ട്? അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്, സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് നമുക്ക് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആവുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ആകുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു PN ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഗ്രേഡിയൻ, ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രേഡിയൻ ആണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് എന്താകുന്നുണ്ട്? ആ ഒരു ജംഗ്ഷൻ അക്രോസ് ആവുന്ന പൊട്ടൻഷ്യൽ, ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ നമുക്ക് ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഒരു PN ജംഗ്ഷനിൽ അക്രോസ് ആയിട്ട് വരുന്ന ഡിഫ്യൂഷൻ പൊട്ടൻഷ്യലും ഓൾസോ ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ PN ജംഗ്ഷൻ ഡാഷ് ടു ദ ജംഗ്ഷൻ. ഓക്കെ, ഡാഷ് ഇസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. നമുക്കൊരു PN ജംഗ്ഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജിനെ പറയുന്ന പേരെന്താണ്? അതായത്
ആ ഒരു ജംഗ്ഷന് എന്ത് സംതിങ് ആണ് അല്ലെ. നമുക്ക് എന്താ വരുന്നത്, ആ ഒരു വോൾട്ടേജിന്റെ പേരാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓപ്ഷൻ എ ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്, ഒരു പി എൻ ജംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജിന്റെ പേരാണ് പീക്ക് ഇൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, ആ ഒരു ജംഗ്ഷന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിക്കാതെ, വിത്തൗട്ട് ഡാമേജ് ടു ദ ജംഗ്ഷൻ. ഓക്കെ, സോ ഹിയർ ദ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കൂ. ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് എ ഡയോഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ maximum value of the reverse voltage that a PN junction can withstand or without damaging. അല്ലേ, ആ ഒരു ജംഗ്ഷൻ ഡാമേജിങ് ചെയ്യാതെ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിവേഴ്സ് വോൾട്ടേജ്, ആ ഒരു പി എൻ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ വോൾട്ടേജ് ആ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന് കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ഡയോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താകും, ഇറ്റ് ബ്രേക്ക് ഡൗൺ അറ്റ് ദ ജംഗ്ഷൻ. ജംഗ്ഷനിൽ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ഡയോഡ് ഹൂസ് ടെർമിനൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ റിലേറ്റഡ് ആസ് id is equal to is into e to the power v by eta vt minus 1 is biased at id is equal to 2 milliampere. What about its dynamic resistance? Given eta തന്നിട്ടുണ്ട്, similarly vt value നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 25 ohm ആണ് നമുക്ക് വരുന്ന ഡൈനാമിക് റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ഫോർവേഡ് ബയാസിൽ വരുന്ന ഡയോഡിൽ ഉണ്ടാകുന്ന IV ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്താണ്, ഇറ്റ് ഈസ് ദ സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ദ സ്മോൾ ചേഞ്ച് ഇൻ കറന്റ്. അതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ ദി സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ദി സ്മോൾ ചേഞ്ച് ഇൻ കറന്റ്. ദാറ്റ് ഈസ് RD is equal to del V by del I ആണ് നമുക്ക് വരുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ഈറ്റ ഇൻറ്റു VT ബൈ I ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഇൻവേഴ്സ് സ്ലോപ്പ് ഓഫ് ദ IV ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ആണ് നമുക്ക് വരുന്നത്. ഇതാണ് നമുക്ക് ഒരു IV ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻവേഴ്സ് ആ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, കറന്റ് തന്നിട്ടുണ്ട് 2 milliampere തന്നിട്ടുണ്ട്, ഈറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിമിലർലി VT തന്നിട്ടുണ്ട്. So the dynamic resistance equation RD is equal to eta V by I ആണ്. ഈറ്റയുടെ വാല്യൂ എത്രയാണ്, 2 into VT ആണ്. ഓക്കെ, 2 into 25 divided by 2 ആണ്. 2 ക്യാൻസൽ ചെയ്താൽ 25 ohm ആണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നമുക്ക്. Statement 1. In a transistor designed to be used for a power amplification, the collector size is largest relative to the emitter base. Okay. അപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്റർ നമ്മൾ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കളക്ടർ സൈസ് എന്ന് പറയുന്നത് വളരെ ലാർജസ്റ്റ് ആയിരിക്കും when comparing with the emitter and base. That is a right statement. അല്ലേ? അടുത്തത്, the collector is connected to the body of the transistor and hence the heat sink for the heat dissipation to be effective. അത് നമുക്ക് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് സൈസ് ആണ്. അപ്പൊ നമുക്ക് അതൊരു ബോഡി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഈസി ആയിട്ട് ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and statement 2 ആർ ട്രൂ ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിസ്റ്റർ ഡിസൈൻ ഒരു പവർ ആംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ യൂഷ്വലി ലാർജസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ആ 3 റീജിയൻ ബേസ് എമിറ്റർ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, കളക്ടർ ആണ്. ഓക്കെ, ആ ഒരു കളക്ടറിന്റെ ലാർജ് ഏരിയ നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോർ ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കളക്ടറിന്റെ ലാർജസ്റ്റ് സർഫേസ് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ആകുന്നത്, അതായത് ആ ഒരു ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണം നമുക്ക് ഹീറ്റ് ഒരുപാട് ജനറേറ്റ് ആവുന്നുണ്ട്. ആ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കളക്ടറിന്റെ ലാർജർ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു വൈഡർ കളക്ടർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ചാർജ് കാരിയേഴ്സിന്റെ കൊളൈഡുകൾ വരില്ലേ, നമുക്കിപ്പോ ഈ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ വരുന്ന കൊളീഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വൈഡർ കളക്ടർ ഏരിയ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ കറന്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു പവർ ട്രാൻസിസ്റ്ററിൽ ഓവർ ഹീറ്റിംഗ് ഇതൊന്നും വരാതെ തന്നെ നമുക്ക് ഹയർ എമൗണ്ട് ഓഫ് കറന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ പറയുന്ന കളക്ടറിന്റെ വൈഡർ ഏരിയ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
അടുത്ത നോക്കൂ, ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പവർ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നത്, ആ ഒരു തെർമൽ റൺഅവേ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, select the incorrect statement for NPN transistor. NPN ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്, ഇൻ എ NPN ട്രാൻസിസ്റ്റർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹോൾസ്. NPN ട്രാൻസിസ്റ്ററിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അതന്നെ നമുക്ക് ഇൻകറക്റ്റ് ആണ് അല്ലെ. NPN ട്രാൻസിസ്റ്റർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഹോൾസ്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Emitter arrow shows the direction of flow of conventional current. That's also a correct statement. So here option A ആണ് നമുക്ക് wrong ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. നോക്കൂ, the material which is not good conductor or a good insulator are called semiconductor. Semiconductor എന്താണെന്ന് നമുക്ക് അറിയാം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സിലിക്കൺ ആണ്. ഓക്കെ, ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ മോർ ക്വാണ്ടിറ്റി ആയിരിക്കും സെമി കണ്ടക്ടർ. നമ്മൾ അതർ പാർട്ടിക്കിൾസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വരുന്നത് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്, പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്. പി ടൈപ്പിൽ എങ്ങനെയായിരിക്കും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്നാൽ എൻ ടൈപ്പിൽ എങ്ങനെയായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസുകളാണ്, എന്നാൽ ഹോൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ NPN ട്രാൻസിസ്റ്ററിൽ ഏതാണ് മെജോറിറ്റി വരുന്നത്, ഇലക്ട്രോൺസുകളാണ്. ഓക്കെ, which of the following statement is correct regarding the doping level of the emitter, base and collector region in a bipolar junction transistor? ഒരു BJT യുടെ ബേസ് 3 ജംഗ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലെ. 3 ഇതാണ് വരുന്നത്, എമിറ്റർ, ബേസ്, കളക്ടർ ആണ് നമുക്ക് വരുന്നത്. അതിന്റെ ഡോപ്പിംഗ് ലെവൽ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി is the right answer. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, the emitter is heavily doped, the base is lightly doped and the collector is moderately doped. That is the right statement അല്ലെ. ഏറ്റവും ഹെവിലി ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കുന്നത് ഏതാണ്, എമിറ്റർ ആണ്. ബേസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് ഡോപ്പ് ചെയ്തിരിക്കുന്നത്, എന്നാൽ കളക്ടർ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ, അതായത് മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. This is doping profile in an NPN transistor BJT, അതായത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആണ് ഉണ്ടാകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു എഫിഷ്യന്റ് ഇൻജക്ഷൻ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ബേസിലേക്ക് ഇൻജക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമിറ്ററിനെ ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു ബേസിൽ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആണെന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്, മൈനോറിറ്റി കാരിയേഴ്സിന്റെ ട്രാൻസിറ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ബേസ് ജംഗ്ഷനിലൂടെ അല്ലെങ്കിൽ ബേസ് റീജിയനിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കളക്ടർ നമുക്ക് മോഡറേറ്റ്ലി ആണ് ഡോപ്പ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ട് ആണ്, ആ ഒരു മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ, ആ ഒരു ബേസ് ക്രോസ് ചെയ്തിരിക്കുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മോഡറേറ്റ്ലി ചാർജ് ഡോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡോപ്പിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ ആ ഒരു ആംപ്ലിഫിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റേ സ്വിച്ചിങ് ആപ്ലിക്കേഷൻസ്, ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പല രീതിയിലും പല ലെവലിലും നമ്മൾ ഓരോ റീജിയനെ ഡോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Two statements. In a typical transistor, all three regions, emitter, base and collector have same doping level. നമ്മൾ എന്താ നോക്കിയത് ഇപ്പോ അല്ലെ, സെയിം ഡോപ്പിംഗ് ലെവൽ ആണോ, അല്ല. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റോങ് ആണ്. In a transistor, collector is the thickest, base is the thinnest segment. കളക്ടർ എന്ന് പറയുന്നത് തിക്കസ്റ്റ് ആണ്, ബേസ് എന്ന് പറയുന്നത് തിന്നസ്റ്റ് ആണ് അല്ലെ. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് തന്നിരിക്കുന്നത്. വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ, ഡി ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നമുക്ക് ഒരു ടിപ്പിക്കൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ 3 റീജിയനിൽ നമുക്ക് സെയിം ഡോപ്പിംഗ് ലെവൽ അല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ളൂ. എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ദെൻ ചാർജ് മൂവ്മെന്റ്, കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് തിക്കസ്റ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ചാർജ് കറന്റിനെ, മെജോറിറ്റി ഓഫ് കറന്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബേസ് റീജിയൻ എന്ന് പറയുന്നത് വളരെ തിന്നാണ്, കാരണം എഫിഷ്യർ കാരിയർ കോൺസെൻട്രേഷനൊക്കെ റീകോമ്പിനേഷനും ട്രാൻസ്പോർട്ടിനും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് വരണം എന്നുള്ള രീതിയിലാണ് ബേസ് റീജിയൻ നമ്മൾ വളരെ തിന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
For a transistor, which of the following statements are true? Base, emitter, collector regions have similar size and doping concentration. Wrong statement. The base region must be very thin and lightly doped. അത് correct ആണ് അല്ലേ? Base region എന്ന് പറയുന്നത് വളരെ thin ആയിരിക്കണം, അതുപോലെ തന്നെ lightly doped ആയിരിക്കണം. That's the right statement. The emitter base junction is forward bias and base collector junction is reverse bias. Emitter base എന്ന് പറയുന്നത് forward bias ആണ്. Base collector എന്ന് പറയുന്നത് reverse bias ആണ്. That's the right statement. അല്ലേ? Both the emitter base junction as well as the base collector junctions are forward bias. That's a wrong statement. So നമുക്ക് 2ഉം 3ഉം മാത്രമാണ് correct ആയിട്ട് തന്നിരിക്കുന്ന statement. Which one is 2? Option C ആണ് right answer. അല്ലേ? 2 and 3 are correct one. നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിന്റെ സെമികണ്ടക്ടർ ഡിവൈസ് നമുക്ക് കൂടുതലായിട്ട് ഇലക്ട്രോണിക്സ് പലതിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് 3 റീജിയൻസ് ആണ് വരുന്നത്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എമിറ്റർ റീജിയനിൽ നിന്നാണ് ബേസിലൂടെ ട്രാവൽ ചെയ്ത് കളക്ടർ റീജിയനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. 2 ജംഗ്ഷൻസ് ആണ്, എമിറ്റർ ബേസ് ജംഗ്ഷനും വരുന്നുണ്ട്, ബേസ് കളക്ടർ ജംഗ്ഷനും വരുന്നുണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ഹെൽപ്ഫുൾ, അതായത് കൺട്രോളിങ്ങിന് വേണ്ടി നമ്മൾ വേറൊരു റീജിയനിലേക്ക് അത് എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഫൈൻ. The cut-in voltage for silicon diode is approximately, cut-in voltage, silicon diode cut-in voltage എത്രയാണ്? 0.7 volt ആണ്. ഓക്കെ, 7 volt. V എഴുതിയിട്ടില്ല, എല്ലാത്തിനും V ചേർന്നേ. What is 7 volt? അപ്പോൾ നോക്കൂ, ഇതാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, VI characteristics. The voltage at which the forward diode current begins to start increasing rapidly. Forward voltage current, that is the current starts to increasing rapidly at that particular voltage is known as the cut-in voltage of a diode. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ആകുന്നത്. സോ ദിസ് ഈസ് ദ cut-in voltage for silicon, that is 0.7 voltage. Okay, it is very near to the barrier potential. ഈ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ബാരിയർ പൊട്ടൻഷ്യലുമായിട്ട് വളരെ നിയർ ആണ്. ഓക്കെ, ഇത് അറിയപ്പെടുന്ന വേറൊരു പേരാണ് നീ വോൾട്ടേജ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നീ വോൾട്ടേജ് എന്ന് അറിയപ്പെടുന്നുണ്ട്, cut-in വോൾട്ടേജ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് ദി PN ജംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ cut-in വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ ബാറ്ററി ക്യാൻ ബി കൺസിഡറബിളി ഫുള്ളി ഡിസ്ചാർജ്ഡ് ബാറ്ററി ബിയോണ്ട് വിച്ച് ഫർദർ ഡിസ്ചാർജ് കുഡ് ബി കോസ് ഹാം. അതായത് ഒരു ബാറ്ററിയിൽ നിന്നും ഫുൾ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തു, ഇനി നമ്മളത് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് ഹാംഫുൾ ലൈഫ് ആയിരിക്കും വരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ cut-in വോൾട്ടേജ് ഓഫ് സിലിക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? 0.7 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 മൊഡ്യൂൾ 4 പാർട്ട് 1 കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.